സോൾ സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്ങിനാണ്. നിങ്ങളും പേഴ്സണും തമ്മിലുള്ള കറൻറ്റ് ഫീലിംഗ്. ഓക്കെ, നോക്കാം അവർ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്. ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്. Knight of Wands and Eight of Wands, Temperance, Four of Cups and Six of Wands, Wheel of Fortune, Nine of Wands. ഓക്കെ, ഇത്രയും ഇതാണ് Ace of Wands നമുക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അത് ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ. എന്താണ് ഇനി അടുത്ത ആക്ഷൻ, ഞാൻ എന്താ എടുക്കേണ്ടത് എന്നുള്ളൊരു സിറ്റുവേഷൻ അവർ ഹാൻഡിൽ എങ്ങനെ ചെയ്യണം. നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്, പരസ്പരം കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരെന്താണ് ജഡ്ജ്മെൻറ്റ് ചെയ്യാണ്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു തോട്ട്സാണ് അവർക്ക്. എയ്റ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോളുകളോ എന്തെങ്കിലും പ്രതീക്ഷിക്കാം, ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഏറെയാണ്. വന്ന് കാണാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ചിലർ വിദേശത്തൊക്കെ ആയിരിക്കാം, അവർ ചിലപ്പോൾ ലീവിനൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്, ഒരു മിതത്വമാണ്. നിങ്ങളൊരു ബാലൻസിൽ കൊണ്ടുപോകണം നിങ്ങളുമായുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. കപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ, ഫോർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർ സോളിറ്റ്യൂഡ്, അവരവരെ തിരിച്ചറിയാണ്, അവർക്ക് എന്താണ് വേണ്ടത്. അവരാകെ കൺഫ്യൂസ്ഡ് ആണ്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലാണ് അവർ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനിൽ. ഓക്കെ, അവർ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ വൂൺസും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ ഹീൽ ചെയ്യായിരിക്കും അവർ. ഹീലിംഗ് മീൻസ് എന്ന് പറഞ്ഞാൽ വൂൺസുകൾ, നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, അതൊക്കെ അവർ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിക്സ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിജയം വേണം, ആഘോഷിക്കണം, നിങ്ങളുമായുള്ള ആ ഒരു സെലിബ്രേഷൻ അതൊക്കെ ആഘോഷിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് അവർക്ക്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ഒരു നിങ്ങളുടെ ലൈഫൊന്ന് ആ ഒരു സൈക്കിളൊന്ന് എൻഡായി ഒന്ന് കുറച്ചും കൂടി ഒന്ന് മെച്യൂരിറ്റിയോട് കൂടിയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നതെന്ന് പറഞ്ഞാൽ കാലചക്രം നിങ്ങൾക്കായിട്ട് അവസരം കറങ്ങി വരണം, അതിനൊരു അവസരം നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് അതായത് നമുക്കായിട്ടൊരു സമയമുണ്ടെന്ന് പറയല്ലോ, അതാണ് ഇവിടെ കാണിക്കുന്നത്. നൈൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ എല്ലാവർക്കും സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറുന്നില്ല. അവർ അതിലിട്ടിട്ട് അവർക്ക് എന്തൊക്കെയോ ഭയമുണ്ട്. ഭയം മീൻസ് നിങ്ങളെ നഷ്ടപ്പെടുമോ, ഇത് മുന്നോട്ട് പോകാൻ കഴിയുമോ, എന്തായിരിക്കും, ആ ഒരു ഫ്യൂച്ചറിനെ പറ്റിയുള്ളൊരു ഭയമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ട് ഇതാ വന്നത് ഈ കാർഡ്. അപ്പോൾ അവർ ഈ ഫ്യൂച്ചറിനെ പറ്റി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഭയങ്കര ടെൻഷനാണ്. ഏസ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് വേണം, നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു സ്റ്റാൻഡ് എടുക്കണം, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് സ്റ്റാൻഡ് എടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. അവർ നിങ്ങളെപ്പറ്റി നല്ല ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്തായിരിക്കും ഞാൻ എടുക്കേണ്ട തീരുമാനം, എന്തായിരിക്കും, അവരെയും വിഷമിപ്പിക്കാൻ പറ്റില്ല, നിങ്ങളെയും വിഷമിപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവർ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ടവറാണ്. ഞാൻ പറഞ്ഞു ട്രാൻസ്ഫോർമേഷനാണ് കേട്ടോ വരുന്നത്. ഇവിടെയും ജഡ്ജ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ടെൻ ഓഫ് സോൾസ് ഭയങ്കര ഡെത്ത് കാർഡും വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സൈക്കിൾ എൻഡ് ആവുന്നു, അതിനാണ് ടവറിൻ്റെതും പറയുന്നത്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കുള്ള ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും എൻഡ് ആകാൻ പോകുന്നു എന്നാണ്. അതിനെപ്പറ്റി ഭയപ്പെടേണ്ട ആവശ്യമില്ല,
ആ ഒരു സിറ്റുവേഷൻ സൈക്കിൾ എൻഡ് ആവാൻ പോകുന്നു. നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, ഒരു ടെൻഷനിലേക്ക് പോകണ്ട എന്നാണ് പറയുന്നത്. ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതായത് നിങ്ങൾ കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കരുത്. 10 ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിച്ചിരിക്കരുത്, നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. നിങ്ങളിങ്ങനെ ഈ ഒരു എനർജിയിലാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക, ലെറ്റ്സ് ഗോ ചെയ്യുക, മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ജഡ്ജ്മെൻറ്റ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സും ചെയ്യുന്നുണ്ട് ജഡ്ജ്മെൻറ്റ്. എന്താണ് ആക്ഷൻ അവരെടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അവരെ ഭയങ്കര സഫറിങ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല യൂണിവേഴ്സായിട്ട് അവർക്കൊരു പുഷിങ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു അതിനുള്ള ഒരു പ്രതിഫലമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ആണെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്, ഇത് ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആയവർ എടുക്കുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇന്നലെ എനിക്ക് ലൈവിൽ വരാൻ കഴിഞ്ഞിട്ടില്ല, ഓരോ ഇഷ്യൂസും കാര്യങ്ങളാണ്. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ. ഞാൻ എന്തായാലും വരാൻ നോക്കട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.